മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന മലയാള സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് മഹാവില്ലനായിട്ട് കടന്നു വന്ന് മലയാളികളുടെ മൊത്തം മനങ്ങ പറഞ്ഞുകൊണ്ട് മലയാള സിനിമയുടെ മണിമുത്തായി മാറിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്ന് മെഗാസ്റ്റാർ പദവിയിലേക്ക് വരുന്ന ഭരതം എന്ന ചിത്രത്തിലൂടെ ഭരത അവാർഡ് കരസ്ഥമാക്കി ഇന്റർനാഷണൽ അവാർഡിലേക്ക് ഉയർന്ന അഖില ലോക പ്രശസ്തനാക്കിയിരിക്കുന്നു. മോഹൻലാൽ അനുമോദിക്കുന്നതിന് വേണ്ടി വിവിധ തുറകളിൽ നിന്നുകൊണ്ട് വിവിധ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഫാദർ തച്ചിലെടുത്ത്. നിങ്ങൾക്ക് വേണ്ടി തച്ചിലെടുത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്റെ വിഷയമേ ലാലിന്റെ ആക്ടിംഗ് എത്ര മനോഹരമേ. ഫാദർ നല്ലൊരു പാട്ട് എത്ര മനോഹരമേ. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഫാദർ എത്തിയിരിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കുള്ള സ്തുതി നീ നേരിട്ട് കൊടുക്കുക. എന്റെ കയ്യിൽ തന്നുവിടാൻ ഞാൻ എന്താ കൊറിയർ സർവീസോ? അല്ല അച്ഛനോ, ഞാനൊരു സ്തുതി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ്. അത് ശരി. പിന്നെ ഒരു പുതിയ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. തങ്കമ്മയാണോ? അല്ല അച്ഛോ, ഹരിഹരൻപിള്ള ഹാപ്പിയാണ്, പുതിയ സിനിമ. അത് ശരി, ഞാൻ തെറ്റിദ്ധരിച്ചു. താൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേ. അച്ഛനെ കുറിച്ച് നല്ല രീതിയിൽ പരിചയപ്പെടുത്തിയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കൊച്ചുമൂലയിൽ ഒരു കൊച്ചു കോർണറിൽ ഒരു കൊച്ചു പള്ളിയിൽ ഒരു കൊച്ചു വികാരിയാണ് നമ്മുടെ കൊച്ചച്ഛൻ. എന്നെ കൊച്ചാക്കല്ലേ. അച്ഛനെ കൊച്ചാക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കൊച്ചുമൂലയിൽ ഒരു കൊച്ചു കോർണറിൽ ഒരു കൊച്ചു വികാരിയല്ല അച്ഛൻ, വല്യച്ഛൻ എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. പ്രിയ ഇടവക താരങ്ങളെ, അച്ഛോ, ഇടവക ജനങ്ങളെ, നിങ്ങളുടെ കണ്ണിലുണ്ടെങ്കിൽ നമ്മുടെ പ്രിയങ്കരനുമായ മോഹൻലാലിന് ഇന്ന് 25 വയസ്സ് തികയുകയാണ്. ഈ ബർത്ത്ഡേക്ക് എന്നെ ക്ഷണിച്ച ബർത്ത്ഡേ അല്ലേ അച്ഛൻ? ബർത്ത്ഡേ അല്ല, ലാലേട്ടന് 25 വർഷം പൂർത്തിയാകുകയാണ് സിനിമാ ജീവിതത്തിൽ. അത് ശരി, അതെനിക്ക് മനസ്സിലായി. താനാരാ? ഞാൻ സംഘാടകനാ. നീ എന്റെ ഘാതകനൊന്നല്ലോ. ഇല്ലില്ല, ഇവരുടെ സംഘടന വേണ്ടി അങ്ങോട്ട് മാറി നിൽക്കും. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ലാലിനെ കുറിച്ച്. ലാലിനെ കുറിച്ച് പറയുമ്പോൾ ലാൽ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ് എന്ന് വാനപ്രസ്ഥം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സംസ്ഥാനത്തിന് പേരും പെരുമയും ഉണ്ടാക്കി കൊടുത്ത ഈ ചലച്ചിത്ര താരം തലസ്ഥാനത്താണ് ജനിച്ചതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയത്തിലെ അഭിമാനം കൊണ്ട് കുഞ്ഞാടുകൾ തുള്ളിക്കടിക്കുകയാണ്. തുള്ളണ്ട, ചാടിയ നാലത്ത് വിടും. അത് ശരി. ഇതുപോലെ കഴിവുള്ളൊരു നടൻ കേരളത്തിലുണ്ടോ? ഉണ്ടോ? ഇന്ത്യയിലുണ്ടോ? ഉണ്ടോ? ലോകത്തുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അച്ഛനുണ്ടോ? ഞാനുണ്ടില്ല. നമുക്ക് ഒരുമിച്ച് ഉണ്ട്, ഇത് കഴിയട്ടെ. അത് ശരി. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അത് ശരിയാകാൻ വഴിയില്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് വാസ് 1947 തോന്നുന്നു. അത് 80. അത് 85. അതായത് കാനഡയിൽ വെച്ച്. എന്തിന്റെ ഇടയിൽ വെച്ച്? കാനഡയിൽ വെച്ച് സിസ്റ്റർ പെട്രീഷ്യനോട് ചോദിക്കുകയുണ്ടായി. പെട്ടി ഓട്ടോറിക്ഷ കൊണ്ട് എങ്ങോട്ട് പോയി? ഇതേതാണ് ഈ പിശാചിന്റെ സന്തതി? ഈ താടിയും മുടിയും നീട്ടുവളർത്തിയുള്ള കോലാട് ഏതാണ്? അങ്ങോട്ട് മാറി നിൽക്കുന്നു. സിസ്റ്റർ പെട്രീഷ്യനോട് ചോദിക്കുകയുണ്ടായി, മോഹൻലാലോടൊത്ത് ഒരു പടം പോലും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഈ കാനഡക്കാരി പെട്രീഷ്യ. അതെ അതെ, അച്ഛനോട് പറഞ്ഞു. അതെ. അതിൽ കർത്താവിന്റെ ദാസനായ ദൂരദർശൻ അല്ല, പ്രിയദർശൻ. അതെ, പ്രിയദർശൻ തന്റെ അക്കരെ എന്ന സുവിശേഷ ഗ്രന്ഥത്തില് 36-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ 2 കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, ദാസനും വിജയനും. ഒരു ലുക്കുമില്ലാത്ത വിജയനെ അമേരിക്കയിലേക്ക് കുക്കായിട്ട് കൊണ്ടുപോവുകയാണ് ഈ നമ്മുടെ ദാസൻ. ഈ ദാസനെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കുമോ? സുന്ദർദാസിനെ നമുക്ക് മറക്കാം, ലോഹിദാസിനെ നമുക്ക് മറക്കാം, കബീർദാസിനെ നമുക്ക് മറക്കാം, പക്ഷെ നമുക്ക് ഈ രാമദാസിനെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ കർത്താവിന്റെ മറ്റൊരു ചിറ്റിനായ തമ്പി കണ്ണന്താനം തന്റെ വേദപുസ്തകത്തില്, രാജാവിന്റെ മകൻ എന്ന വേദപുസ്തകത്തില് നല്ല വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നാൻസിക്ക് എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാം. കമ്പനിയാ? അതെ, നാൻസിക്ക് എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാം. നാൻസി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മൈ ഫോൺ നമ്പർ ഈസ് 2255. 4 നമ്പർ ഉള്ളത്. അതെ, ആരാണ് ഈ കാലത്ത് 4 നമ്പർ കൊടുക്കുക? ആരാണ് കൊടുക്കുക? അത് നമ്മുടെ ലാൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാൽ ഒരു നടൻ മാത്രമല്ല, ഒരു സംഗീതജ്ഞനും കൂടിയാണ് തെളിയിച്ചിരിക്കുകയാണ്. 6-ാം തമ്പുരാനും ഭരതവും ഒക്കെ ആ സുവിശേഷ ഇടയ ലേഖനത്തില് 36-ാം അധ്യായത്തില് സംഗീതം പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ഒരു സിംഹത്തിന്റെ മടയില് ആരാണ് ഇന്നത്തെ കാലത്ത് സിംഹത്തിന്റെ മടയിൽ പോയി സംഗീതം പഠിക്കുന്നത്? പ്ലാച്ചിമടയിൽ പോലും പോകില്ല. പ്ലാച്ചിമടയിൽ പോലും പോകില്ല. വളരെ കറക്റ്റ് ആണ്. പക്ഷേ നമ്മുടെ ലാൽ അവിടെ പോയിട്ട് സംഗീതം പഠിക്കുകയാണ്. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു ഊരുതണ്ടിയുടെ ഓട്ടക്കേശിൽ എന്തുണ്ട് ദക്ഷിണ? അവസാനം സംഗീതത്തിന്റെ ആദേശങ്ങൾ പഠിപ്പിച്ചത് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മദറിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മമ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുവിന്റെ കണ്ണിലേക്ക് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഓടുകയാണ്. നിർത്താതെയുള്ള ഓട്ടം. അവിടെ ഒരു വചനം കൂടി പറയുന്നുണ്ട്. ആ ഓടുന്ന യാത്രയിൽ ഒരു വചനം കൂടി പറയുന്നുണ്ട്. എന്താണ്? സഫറോൻ കാ സിന്ദഗി ജോ കബി നഹി ഖതം ഹേ ജാതി ഹേ എന്ന് വെച്ചാ
എന്ന് വെച്ചാ? ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണി തോട്ടി കയറ്റി കളിക്കില്ലേ മോനെ ദിനേശ. സ്ട്രോങ് അല്ലേ? സവാരി ഗിരീരി എന്ന് വെച്ചാ? ശംഭോ മഹാദേവ. ചുമ്മാ. പ്രിയമുള്ളവരെ, ലാലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു 3 മാസങ്ങൾ വേണ്ടി വരും. ഞാനൊരു 2 ആഴ്ച ഒന്ന് പള്ളിയിൽ നിൽക്കാം, എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് കഥ. അത് കുഴപ്പമില്ല, 6 മാസം ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാം. 4 അച്ഛൻ എന്നെ കൊണ്ടേ പോകുള്ളൂ. പ്രിയമുള്ളവരെ, രണ്ടാമതായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത് രാഷ്ട്രീയ ചാണക്യൻ, നമ്മുടെ മാളയുടെ മാണിക്യം, കൃപാചാര്യൻ, ദ്രോണാചാര്യൻ, ഗുരു എന്ന് വിശേഷിപ്പിച്ചാൽ പോലും വാക്കുകൾ കിട്ടുന്നില്ല. ബഹുമാനിയായ വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട്. ലാലേട്ടന്റെ പ്രിയപ്പെട്ട ആരാധകനായ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇത് അദ്ദേഹം എത്തിക്കഴിയാണ്. വളരെയേറെ തിരക്കുണ്ടായിട്ട് പോലും വളരെയധികം സമയം കണ്ടെത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ലാലേട്ടന് കൊണ്ട് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ വേദിയിലേക്ക് ഇതാ കടന്നു വരികയാണ്. കൃഷ്ണനും ക്രിസ്തുവും പോലെ ഒരുപാട് സാമ്യങ്ങളുണ്ട് പ്രിയപ്പെട്ട ലാലേട്ടനും നമ്മുടെ ലീഡറും തമ്മിൽ. ആ സാമ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം നമ്മോട് വിവരിക്കുകയായിരിക്കും. എല്ലാവർക്കും എന്റെ ലാൽ സലാം. എന്താ ലാൽ സലാം പറഞ്ഞത്? എടോ, ഈ ലാലിന്റെ പരിപാടിക്ക് വന്നിട്ട് മമ്മൂട്ടി സലാമിന് പറയാൻ പറ്റില്ലയോ, അതുകൊണ്ടാണ് ലാൽ സലാം പറഞ്ഞത്. താങ്കളും ലാലേട്ടനും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമായിരുന്നു. ഞാനും ഈ മോഹൻലാൽ എല്ലാവരുമായി ഒരുപാട് സാമ്യമുണ്ട്. അതെന്തൊക്കെയാണോ? ആ രൂപത്തിലില്ല, ഭാവത്തിലില്ല, ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണോ? മോഹൻലാൽ സിനിമയിൽ കഥകളി ആടിയപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ കയ്യാങ്കളി കളിച്ചില്ലേ? കയ്യാങ്കളി നടത്തി. മോഹൻലാൽ പ്രജയിലുണ്ട്, എനിക്ക് ചുറ്റും പ്രജകളുണ്ട്. അതെ അതെ. മോഹൻലാൽ മലയാള സിനിമയിൽ ബാലേട്ടനായപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ വലിയേട്ടനായില്ലേ? വിളിക്കടോ, വിളിക്കേ. തകർത്തു. സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു മതി മതി. അതുപോലെ തന്നെ മോഹൻലാൽ മലയാള സിനിമയിൽ ചൈരംഗം കളിച്ചപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ ചൈരംഗം കളിച്ചില്ലേ? മോഹൻലാൽ മലയാള സിനിമയിൽ താണ്ഡവം ആടിയപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ താണ്ഡവം ആടിയില്ലേ? മോഹൻലാൽ മലയാള സിനിമയിൽ നരസിംഹമായപ്പോൾ ഞാൻ എറണാകുളത്ത് നരസിംഹമായിട്ട് അവതരിച്ചില്ലേ? വിളിക്കടോ, വിളിക്കേ. നന്നായിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ഉണ്ട്, കൈ പോയാൽ തലയ്ക്ക് വേദനിക്കും. അതെ, അവിടെ കൈയാണ് ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നത്. കൈ എന്ന് പറയുന്നത് ചിഹ്നമാണ്, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ കൈ ചേർത്ത് മോഹൻലാൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, കൈടപ്പൂവിൻ കണ്ണിപ്പൂവിൻ തൊട്ടു തൊട്ടില്ല. അവിടെ കൈയാണ് ലാലേട്ടൻ ചെയ്തത്. എന്ത് മനോഹരമാണ് ആ പാട്ടൊക്കെ. എനിക്ക് വളരെ ഇഷ്ടമാണ്, ലാലിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതെ. അപ്പൊ താങ്കൾ ഇങ്ങനെയൊന്നും ലാലേട്ടന്റെ ഒരുപാട് സാമ്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ല, കുറെയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചുവപ്പൊക്കെ അണിയാൻ കാര്യം? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു വിളി ഉണ്ടായി. ഉൾവിളിയോ? ഉൾവിളി ഉണ്ടായി. ഒരു സുന്ദര പുരുഷൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആരാ സുന്ദര പുരുഷൻ? അന്തപ്പനാണോ? അന്തപ്പൻ സുന്ദര പുരുഷനാണോ? പിന്നെ അതിൽ വിവാദ പുരുഷനല്ലേ? അതെ അതെ. ഈ സുന്ദര പുരുഷൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ചുമല മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. തന്നെയുമല്ല, എപ്പോഴും എനിക്ക് കൈ വളരെ ഇഷ്ടമാണ്. അല്ല, കൈ ഇഷ്ടപ്പെട്ടാണെന്ന് എന്നോട് വളരെ പ്രത്യേകിച്ച് പറഞ്ഞു. കൈ കൊണ്ട് ഇപ്പൊ ഒരു ഉപയോഗവുമില്ല. അല്ല, ഇപ്പൊ നമുക്കൊരു ഇത് ആണി അടിക്കണമെങ്കിൽ നമുക്ക് ചുറ്റിക വേണം. അതുപോലെ വാഴ വെട്ടണമെങ്കിൽ നമുക്ക് അരിവാല് വേണം. പിന്നെ നമ്മളൊക്കെ ഈ നിലയത്തിൽ നമ്മുടെ നക്ഷത്രം കൊണ്ടാണ് വേണം. അതുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ പ്രിയപ്പെട്ട ആരാധകനാണ് ഈ വന്നിരിക്കുന്നത്. അതെ. അതുപോലെ തന്നെ താങ്കളെ പോലെ തന്നെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ലാലേട്ടന്റെ പ്രിയപ്പെട്ട ആരാധകനാണ് ഞാൻ. ഞാനും ഒരുപാട് സിനിമകൾ ലാലേട്ടനെ കണ്ടുകൂട്ടിയിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച 250 മുതൽ പല സിനിമകളുടെ അപ്പുറത്തേക്ക് ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടോ? അതെ. എന്റെ ആരാധന ഒരിക്കലും എങ്കിൽ താനെന്ന് പറഞ്ഞേ. തിരുനോട്ടം, മാലേട്ടം, കളിപ്പാട്ടം, താണ്ഡവം, കളിയമർദ്ദനം, ഭരതം, പ്രിൻസ് പറഞ്ഞ ഒന്നാമൻ, ബ്രഹ്മചാരി, മൂന്നാമർ, അവിടുത്തെ പള്ളി, ഇവിടെ അടിമകളുടെ അടിവരുകൾ, അടിയൊടുക്കുള്ള അതിരാത്ര മങ്ങടിക്കപ്പുറത്ത് എന്റെ കഥ ഇവിടെ തുടങ്ങുന്നു. പുച്ചക്കൊരു മുക്കുത്തി ഉടർത്തമ വളറിയ ഉള്ളടക്കം നളവട്ടം പടയോട്ടം നാടോടി മിനാര ബെങ്കാമി വിഷലോകം പാദം ഉത്തരപക്ഷ മുന്നേറ്റ സുന്ദര വിളിക്കുന്നു. പൂമുഖപ്പടി നിലങ്ങാത്ത ഉണങ്ങാടിക്കപ്പുറത്ത് പണി നോക്കത്തെ ദൂരത്ത് കടന്നിട്ട് പടി വീന്നുവത്തളം കൊണ്ടുന്ന കരിയിലെ കാറ്റുകൾ ദുവാൻ തുമ്പികൾ തെന്മാവികുമത്ത് കൊണ്ടടി. ഇവിടെ എല്ലാവർക്കും സുമണം, സുമോദേവി, അമൃതമായി, അട്ടകലാശം, ജപ്പിൽക്കുരൻ, ടി പി പാലകോല്ലമേ, ഗുരു ഉസ്താദ് ഇസൈനിസ് അബ്ദുള്ള, അരീരമ്പിള, ഹാപ്പിയാണ്. ഉന്നതങ്ങളിൽ ഉയരങ്ങളിൽ ഞാൻ പറഞ്ഞ നാട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം. ബട്ടർഫ്ലൈസ്, ദേവദൂതൻ, ദേവാസുരൻ, രാവണപ്രഭു മുതൽ ഈ അടുത്ത കാലത്ത് റിലീസാകാൻ പോകുന്ന മാമലപുരം ബസ് റൂട്ട് വരെ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട മോഹൻലാലിന്റെ പ്രിയപ്പെട്ട ചിത്രങ്ങൾ. എന്തായാലും ഇതുവരെ ഞാൻ ആരുടെ മുമ്പിൽ തോറ്റിട്ടില്ല, പക്ഷെ തന്റെ മുമ്പിൽ ഞാൻ തോറ്റിരിക്കുന്നു. സാറ് എന്നെ അനുഗ്രഹിക്കണം. നല്ലത് വരട്ടെ. താങ്ക് യു. എനിക്കും എന്റെ മക്കൾക്കും.